ചങ്ങായിമാരെ, അപ്പോൾ നമ്മളെ തെയ്യം തറ എന്നൊക്കെ പറഞ്ഞാൽ തുലാപ്പത്തിന് തുടങ്ങുന്നതാണ് നമ്മുടെ തെയ്യം തറയൊക്കെ. അപ്പോൾ അത്യാവശ്യം നമുക്കൊക്കെ ഒരു മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒരു ഭക്തി നിർഭരമായിട്ടുള്ള കാലം തുടങ്ങുന്നതാണ് തുലാപ്പത്ത്. അതെന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂർ ഭാഗം, കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെയാണ് തെയ്യം കൂടുതൽ. അറിയാലോ നിങ്ങൾക്ക്. കോഴിക്കോട് വരെ ഉണ്ട്, പക്ഷേ അതിന് ശേഷമൊന്നുമില്ല. കാരണം പിന്നെ പടയണി കാര്യങ്ങളൊക്കെയാണ് പാലക്കാട് ഭാഗത്തൊക്കെ. തെയ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മലബാറിലാണ്. അപ്പോൾ ഇന്നലെ എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യം, വല്ലാത്ത വിഷമിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പാനൂർ മൊകേരി ഭാഗത്തുണ്ടായ ആ തെയ്യം നടക്കുന്നത് കാവിൽ ഉണ്ടായ അടിയാണ്. തെയ്യത്തിനെ അടക്കം വലിച്ച് എന്താ പറയണ്ട മാറ്റുന്ന ഒരവസ്ഥ, തെയ്യത്തിന് വരെ അടി കിട്ടുന്നൊരവസ്ഥ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരുകാർ തന്നെയാണ് നമ്മുടെ ആ ഒരു ജില്ലേനെ പറയിപ്പിക്കുന്നത്. കണ്ണൂരിനെ പറയിപ്പിക്കുന്നത് നമ്മളെ കണ്ണൂരുകാർ തന്നെയാണ്, അല്ലാണ്ട് പുറമേ നിന്ന് വന്നവരല്ല. എന്നുവെച്ചാൽ ഒരു തെയ്യം നടക്കുന്ന സ്ഥലത്തൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും നല്ല ഒരു ഇതിൽ വന്നിട്ട് ആ തെയ്യമൊക്കെ കണ്ടിട്ട് പോവുക എന്നൊക്കെയാണ്. ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ആക്രമണമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് പോലീസുകാരൊക്കെ നിൽക്കുന്നത്. പക്ഷേ പോലീസുകാർ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീമുകൾ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ആ നാട്ടിലില്ലാത്തവർ വന്നിട്ട് പ്രശ്നമാക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, മരെ ആണത്തം കാണിക്കാനാണോ അല്ലെങ്കിൽ കൈത്തരിപ്പ് കാണിക്കാനാണോ അല്ലെങ്കിൽ എന്നാ പറയണ്ടേ ഈ ആ ഒരു ചോര തളപ്പ് ആ ഒരു പ്രായത്തിൻ്റെ ഇതാണെന്നൊന്നും അറിയില്ല. എന്നാലും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ പല സ്ഥലങ്ങളിലും പോലീസുകാർ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതുകൊണ്ടാണ്. പക്ഷേ ഇന്നലെ എന്നെ വിഷമിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ തെയ്യത്തിനെ അടക്കം മാറ്റി നിർത്തിയിട്ട് ആടുന്ന അടി കൂടുന്ന കണ്ടിട്ടാണ്. കാരണം അല്ലെങ്കിൽ തന്നെ നമ്മളെ നാട്ടിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ബോംബ് കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള ജില്ലക്കാർ നമ്മളെ കളിയാക്കുന്നുണ്ട്. ഓൾറെഡി ഓരോ ജില്ലക്കാരെയൊക്കെ പരിചയപ്പെട്ടാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ പറയുന്നവരുടെ നാട് എങ്ങനെയുള്ളതാണെന്നൊന്നും അറിയില്ല. അവരവരുടെ നാടിനെ നല്ലതാക്കി പറയും, പക്ഷേ നമ്മളെ നാട്ടിനെ ഏറ്റവും മോശമാക്കി പറയുന്നത് ഈ ബോംബ് എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതിനുശേഷം ഇതാ വീണ്ടും ഈ ഒരു തെയ്യത്തിൻ്റെ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം നമ്മളെ തെയ്യങ്ങളെ നാട് എന്ന് പറയുന്ന ആ ഒരു ഇതും കൂടി പറയിപ്പിച്ച്, സത്യം പറയാലോ വല്ലാത്തൊരു വിഷമമാണ്. നിങ്ങൾക്ക് അടി കൂടണ്ടെങ്കിൽ പുറത്തുനിന്ന് കൂടുക എന്നല്ലാണ്ട് ഒരു കാവ് എന്നൊക്കെ പറയുന്ന ഒരു ഭക്തിയാണ്. കാരണം ആ ഒരു ഭക്തി നിർഭരമായിട്ട് ഭക്തിയുള്ളവരും ദൈവവിശ്വാസികളുമായിട്ട് വരുന്നവരാണ്. അതെന്ന് വെച്ചാൽ അവിടെ അടി കൂടേണ്ട ഒരു സ്ഥലങ്ങളല്ല. സ്ഥലം ഉണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് അടി കൂടുക എന്നല്ലാണ്ട് മനഃപൂർവ്വം കൊളാക്കാൻ വേണ്ടിയിട്ട് തെയ്യം തറയൊക്കെ കൊളാക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. സത്യം, നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ എന്നാ പറയണ്ടേ, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ തറയും കാര്യങ്ങളൊക്കെ സംഭാവന വിരിച്ചിട്ടൊക്കെ ആക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഭക്ഷണം അത് 3 ദിവസം ഒക്കെ തിറക്കൊക്കെ ഭക്ഷണം കൊടുക്കൽ ഇതൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമാണ്. ഞാൻ എന്നാ പറയണ്ട, ഒരിക്കലും ഈ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഒരിക്കലും എനിക്ക് വളരെ വിഷമം തോന്നുന്നു. കാരണം ഈ നാട്ടിൽ ഉണ്ടായവർ തന്നെ ഇങ്ങനെ പ്രശ്നമാക്കിയിട്ട് ഇനി ആ ഒരു കാവിന് തന്നെ പേരുദോഷം വരുത്തി. സത്യം പറയല്ല, പേരുദോഷം. ഇനി തെയ്യങ്ങൾ കെട്ടിയാടുന്നവരെ എന്ത് തരത്തിലാണ് കെട്ടിയാടുക? ഇവർ പ്രശ്നമാക്കുന്ന വെച്ചിട്ട് അവിടെ ഇനി തെറയും കാര്യങ്ങളൊന്നും നടക്കില്ല. ലജ്ജ തോന്നുന്നു, വളരെ ലജ്ജ തോന്നുന്നു നമ്മളെ നാട്ടിലുള്ളവർ തന്നെ നമ്മളെ നാട്ടിനെ പറയിപ്പിക്കുന്നുണ്ട്.